സുഹൃത്തുക്കളെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ മുഴുവനായി ശ്രദ്ധയോടെ ഈ വീഡിയോയുടെ അവസാനം വരെ കേൾക്കാൻ ശ്രമിക്കുക. പ്രലോഭനങ്ങളെ അവഗണിക്കുക. രാവിലെ പുതപ്പ് ഒരു ഊഷ്മളമായ ആലിംഗനം നൽകുകയും തലയിണ ചെവിയിൽ മന്ത്രിക്കുകയും ചെയ്യും, കുറച്ചുകൂടി കിടന്നാൽ മതിയെന്ന്. എന്നാൽ അവരെ ശ്രദ്ധിക്കരുത്. അലാറം ക്ലോക്ക് പറയുന്നത് കേൾക്കുക, എഴുന്നേറ്റ് പ്രവർത്തിക്കുക. വെയിറ്റ് റൂമിന്റെയും പുള്ളപ്പ് ബാറിന്റെയും വിളി കേൾക്കുക, യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുക. നിങ്ങളുടെ ഇച്ഛാശക്തി പറയുന്നത് കേൾക്കുക, എഴുന്നേറ്റ് എല്ലാം തകർക്കുക. നെഗറ്റീവ് ചിന്തകളെ അകറ്റി നിർത്തുക. ക്ഷീണം, വിശപ്പ്, വേദന, ചൂട്, തണുപ്പ് എന്നിങ്ങനെയുള്ള ചെറിയ തോന്നലുകളുണ്ടാകുമ്പോൾ അവയെ അവഗണിക്കണം. അവ നിങ്ങളുടെ മനസ്സിൽ പോലും വരാൻ അനുവദിക്കരുത്. വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുക. ഇന്ന് വ്യായാമം ചെയ്യണോ വേണ്ടയോ, ഡൊണറ്റ് കഴിക്കണോ വേണ്ടയോ, വിജയിക്കണോ വേണ്ടയോ? അവിടെ ഒരു നരച്ച പ്രദേശം അനുവദിക്കരുത്. സംവാദത്തെ ഇല്ലാതാക്കുക. ബൈനറി കോഡ് തീരുമാനമെടുക്കുക, അതെ അല്ലെങ്കിൽ ഇല്ല. ശരിയായ തീരുമാനം നിങ്ങൾക്കറിയാം, അതിനാൽ പോയി അത് ചെയ്യുക. സമയം വിലപ്പെട്ടതാണ്. ഒരു ദിവസത്തിൽ 86,400 സെക്കൻഡുകൾ മാത്രമേയുള്ളൂ. നിങ്ങളതിൽ പ്രവർത്തിക്കുക മാത്രമല്ല, വേഗത്തിൽ ചെയ്യണം. കാരണം നിങ്ങളെപ്പോലെ അതേ പാതയിൽ മറ്റൊരാളുണ്ട്, നിങ്ങളെപ്പോലെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരാൾ. നിങ്ങൾ അവരെക്കാൾ വേഗത്തിൽ ചെയ്യണം. നേരത്തെ എഴുന്നേൽക്കുക. രാവിലെ 3 മണിക്ക് എഴുന്നേൽക്കുന്നത് എന്തുകൊണ്ടാണ്? 6 മണിക്ക് എഴുന്നേറ്റാൽ നിങ്ങൾ എന്നെക്കാൾ ബുദ്ധിമാനോ, കൂടുതൽ സൗകര്യങ്ങളോ, കൂടുതൽ വിഭവങ്ങളോ ഉള്ളവരായിരിക്കാം. പക്ഷേ ഞാൻ നിങ്ങളെക്കാൾ നേരത്തെ എഴുന്നേൽക്കും, നിങ്ങളെക്കാൾ വേഗത്തിൽ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ വിഭവങ്ങളുമായി എഴുന്നേൽക്കുമ്പോഴേക്കും ഞാൻ ഓട്ടം പൂർത്തിയാക്കിയിരിക്കും. സ്വപ്നം കാണുക, പിന്തുടരുക. ആദ്യം സ്വപ്നം കാണുക, അതെഴുതുക, അതിനെക്കുറിച്ച് ഉറങ്ങുക, കഴിക്കുക, പരിശീലിക്കുക, നോക്കുക, സംസാരിക്കുക, ഉണരുക, ധരിക്കുക. ഇപ്പോൾ അത് യാഥാർത്ഥ്യമാണ്. ചിലർ കുറച്ചുകാലം സ്വപ്നം കാണുകയും പ്രതികൂല സാഹചര്യങ്ങളിൽ നിർത്തുകയും ചെയ്യുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഭയന്ന് സ്വപ്നം കാണുന്നത് നിർത്തരുത്. നിങ്ങളുടെ ഭാവനയെ ഉപയോഗിക്കുക. എല്ലാ സാഹചര്യങ്ങളിലും സ്വപ്നം കാണുക, അതിൽ ശ്രദ്ധിക്കുക, അതിനു പിന്നാലെ പോകുക. അവിടെയാണ് യഥാർത്ഥ വിജയം. വിജയത്തിന് വിശപ്പ് പ്രധാനമാണ്. മിക്ക ആളുകളും സ്വപ്നം കാണുകയും ഒരിക്കലും പിന്തുടരാതിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരു ചെറിയ ശതമാനം എല്ലാ തടസ്സങ്ങളെയും മറികടക്കുന്നു. എന്താണ് വ്യത്യാസം? അത് കഴിവല്ല, വൈദഗ്ധ്യമല്ല, വിശപ്പാണ്. നിങ്ങൾക്ക് ഒരു ഉത്തരത്തിനായി യഥേഷ്ട വിശപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം കണ്ടെത്തും. ഒരു അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ, നേട്ടങ്ങൾ കൈവരിക്കാൻ, ഒരു മാറ്റം വരുത്താൻ, വികസിക്കാൻ നിങ്ങൾക്ക് വിശപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം കണ്ടെത്തും. പ്രതിസന്ധിയിൽ നിന്ന് വളരുക. ഒരു ദിവസം വരും, കാര്യങ്ങൾ വളരെ മോശമാകും. ശരാശരിയായി ജീവിക്കുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങൾക്കുള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്ന എന്തെങ്കിലും സൃഷ്ടിക്കും. നിങ്ങൾ വീണ്ടും ആ അവസ്ഥയിൽ ഉണ്ടാകില്ല എന്ന് തീരുമാനിക്കുക. എഴുന്നേറ്റ് പ്രവർത്തിക്കുക. വീണുപോയാലും മുന്നോട്ടു പോകുക. കഠിനാധ്വാനം ചെയ്യുക. ഉയർന്ന തലത്തിലെത്തിയ ആളുകൾ നമ്മെപ്പോലെ സാധാരണക്കാരായിരുന്നു. അവർ വിശ്വസിച്ചു, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായിരുന്നു. അത് സാധ്യതയെക്കുറിച്ചോ ജനിതകത്തെക്കുറിച്ചോ അല്ല, സ്ഥിരോത്സാഹത്തെക്കുറിച്ചും ഏറ്റവും കഠിനാധ്വാനം ചെയ്യുന്നതിനെക്കുറിച്ചുമാണ്. പ്രവർത്തിക്കുന്നവരായി മാറുക. സംസാരിക്കുന്നതിനു പകരം പ്രവർത്തിക്കുന്നവരായി മാറാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. വെറും വിജയ ഉദ്ധരണികൾ പോസ്റ്റ് ചെയ്യുന്നവരാകരുത്. വിജയം പ്രവർത്തിക്കുന്നതിലാണ്, സംസാരിക്കുന്നതിലല്ല. നിങ്ങൾ പ്രവർത്തിക്കാൻ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വില നൽകേണ്ടിവരും. എല്ലാ ദിവസവും പ്രവർത്തിക്കുക, മറ്റുള്ളവരെ മറികടക്കുക. നിങ്ങൾക്കെന്തെങ്കിലും നേടണമെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണം. എല്ലാ ദിവസവും നിങ്ങൾ എഴുന്നേറ്റ് എല്ലാ ദിവസവും പ്രവർത്തിക്കുക മാത്രമല്ല, എല്ലാവരെയും മറികടന്ന് പ്രവർത്തിക്കണം. സ്വയം വിശ്വസിപ്പിക്കുക. എല്ലാ ദിവസവും സ്വയം വിശ്വസിപ്പിക്കുക. ഒരു ജോലി ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവിനെക്കുറിച്ച്, ഒരു ലക്ഷ്യം നേടാനുള്ള നിങ്ങളുടെ കഴിവിനെക്കുറിച്ച് സ്വയം പറയുക. ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. പുറത്തുള്ള ഒന്നിനും നിങ്ങളെ തടയാൻ കഴിയില്ല എന്ന് തീരുമാനിക്കുക. നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുക. നിങ്ങൾക്ക് ലോകത്തിന് നൽകാൻ എന്തോ ഉണ്ട്. അത് വികസിപ്പിക്കാനും അതിൽ ഏറ്റവും മികച്ചവരാകാനും സ്വയം മെച്ചപ്പെടുത്താനും നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ കഴിവുകൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും. ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മറ്റുള്ളവർ നല്ല സമയം ചെലവഴിക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും വായിക്കാനും വിവരങ്ങൾ നേടാനും സ്വഭാവശക്തിയുണ്ടായിരിക്കണം. നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ നേടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആരെയും കുറ്റപ്പെടുത്താൻ അനുവദിക്കരുത്. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഉറച്ചുനിൽക്കുക. ക്ലബ്ബുകൾ, പാർട്ടികൾ, മദ്യപാനം, മോഡലുകളോടൊപ്പമുള്ള കറക്കം അതൊന്നും നിങ്ങൾക്കുള്ളതല്ല. എന്റെ വാക്കുകൾ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക.